ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ജലം നിത്യജീവിതത്തിൽ എന്ന പാഠഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജലത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമുണ്ട്. എല്ലാ രീതിയിലും ജലം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമുക്ക് കുളിക്കാനും കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ജലം യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വെള്ളം യൂസ് ചെയ്യാത്ത ഒരു ദിവസം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ്. ഓക്കെ, ഇത്തരത്തിൽ ജലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ ചിത്രത്തിൽ എന്താ പറയുന്നത്? ഈ ചിത്രത്തിലെ കുട്ടി എന്താ പറയുന്നത് നോക്കാം. ഈ ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ നദി പറയാണെന്ത്, ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകൾക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. ഓക്കെ, അപ്പോ എന്താ, ജലസ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന സ്രോതസ്സുകളുണ്ട്, ഒഴുകാത്തതുണ്ട്. നമുക്കറിയാം തോടൊക്കെ ഉണ്ട്. തോടൊക്കെ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് കെട്ടി കിടക്കുക ചെയ്യും. അത് വേറൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകി പോകുന്നില്ല. നമുക്ക് അവിടെ നിന്നും എന്ത് ചെയ്യുക, വരുന്നതിൽ വെള്ളം ശേഖരിക്കാം. എന്നാൽ നദികളാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ നീളമുള്ള ജലസ്രോതസ്സുകളാണ് നദികളും പുഴകളും ഒക്കെ. അതൊക്കെ എന്താണ്, ഒരു സ്ഥലത്ത് നിന്നും ഒഴുകി മറ്റു സ്ഥലത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അങ്ങനെ കുറേ പ്രദേശത്തിലുള്ള ആളുകൾക്ക് ജല ലഭ്യതയ്ക്ക് എന്തിനു സഹായിക്കും? നദികളും പുഴകളും കുറെ പ്രദേശത്തിന്റെ ജലലഭ്യതയ്ക്ക് നമുക്ക് സഹായിക്കും. ഓക്കെ, ഇതിലെന്താ പറയുന്നത്, എന്തായിരിക്കും പുഴ എങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞല്ലേ, പുഴകൾക്ക് കാരണം വളരെയധികം നല്ല നീളമുള്ള ആകാണ്ട് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയോ നീളമുള്ള ഒരു ജലസ്രോതസ്സാണ് പുഴ എന്ന് പറഞ്ഞത്. അപ്പൊ ആ പുഴയോര വക്കിലുള്ള ആളുകൾക്കൊക്കെ എന്താണ്, ജലം ലഭ്യമാക്കാൻ എന്ത് ചെയ്യും, അതിന്റെ ഒഴുക്ക് സഹായിക്കും. പുഴവെള്ളം നാം എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? പുഴവെള്ളം നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുടിക്കാനാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ഉപയോഗിക്കാം. ഓക്കെ, അല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പുഴവെള്ളം ഉപയോഗിക്കാം. കുടിക്കാനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാം. നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ ഫിൽട്രേഷനും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പുഴയുടെ ഒഴുക്ക് കാരണമാണ് നമുക്ക് എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നതും അതിന്റെ ഫലമായിട്ട് എല്ലാവർക്കും ജലലഭ്യത പൂർണ്ണമാകുന്നത്. പക്ഷെ ഈ പുഴയുടെ ഒഴുക്ക് നല്ല രീതിയിലാണെങ്കിൽ മാത്രമാണ് ഇതൊരു നല്ല ഗുണപരമായിട്ട് ആളുകളെ ഇതാക്കുന്നത്. അതിന്റെ ഒഴുക്ക് ഗതി മാറിക്കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഭൂ നാശനഷ്ടത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഒരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പോ റീസെന്റ് നടന്നിട്ടുള്ള വയനാട്ടിലെ ചൂരന്മല അല്ലെ, ചൂരന്മലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടലുടനെ നദി ഗതി മാറി ഒഴുകിയതിന്റെ ഫലമായിട്ട് അതിന്റെ അപ്പുറത്തും സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ധാരാളം വീടുകളാണ് അവർ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ നദിയുടെ ഒഴുക്ക് നമുക്ക് ഗതി മാറി ഒഴുകാം, അല്ലാതെയും ഒഴുകാം. നദിയുടെ ഒഴുക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന്റെ ഒഴുക്ക് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വളരെ ഉപകാരമാണ്. എന്നാൽ ഗതി മാറി ഒഴുകിയ അതൊരു നാശനഷ്ടത്തിലേക്ക് നശിക്കുന്നു, ആർക്കാണ് അത് കാരണമാകും. ഓക്കെ, ചിത്രത്തിൽ നോക്കൂ. ചിത്രം വിശകലനം ചെയ്തിട്ട് എന്താ പറഞ്ഞത്? ഈ ചിത്രത്തില് ഒരു പുഴയിലെ വെള്ളം ശുദ്ധീകരിക്കുക, അതിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങളിലൂടെയാണ് ഈ ചിത്രം പറയുന്നത്. ഓക്കെ, പുഴയിലെ വെള്ളം നമ്മൾ ആദ്യം എന്താണ്, പുഴയിലെ വെള്ളം വലിയ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റണം അല്ലെ. പുഴയില് ധാരാളം മാലിന്യങ്ങൾ ഉണ്ടാവും, വലിയ മാലിന്യങ്ങൾ ഉണ്ടാവും, ചെറിയ മാലിന്യങ്ങൾ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, വലിയ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അരിച്ചു മാറ്റുക. ഈ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നത് ഇത്തരം ഫിൽട്രേഷൻ യൂണിറ്റ് പോലെ ഫിൽറ്ററുകളായിട്ട് വലിയ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിലൂടെ നമ്മൾ അരിച്ചു മാറ്റുന്ന സമയത്ത് വെള്ളം മാത്രം ഇതിലൂടെ പോകും, മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം അരിപ്പകളുണ്ട്. ഓരോ മാലിന്യങ്ങളും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള സ്ലിറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ ഫിൽട്ടർ യൂണിറ്റുകൾ എന്താണ്, പ്രസന്റ് ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഫിൽട്ടർ ചെയ്തതിനു ശേഷം അതെന്താണ്, ഓക്കെ, നമ്മൾ അതിനുശേഷം എന്താണ് പറയുന്നത്, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റും. ഈ മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിൽ ഡൗൺ ചെയ്യുക, അത് ചെയ്യുക, അടിയാൻ അനുവദിക്കുന്ന മാലിന്യങ്ങൾ അടിയും. അടിഞ്ഞതിന് ശേഷം എന്താണ്, പല തട്ടുകളിലെ അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുക. ഓക്കെ, പല തട്ടുകളിലെ അരിപ്പകൾ കൊണ്ട് എന്ത് ചെയ്യും, അരിച്ചു മാറ്റും. അതിനുശേഷം രോഗാണുക്കളെ ഉണ്ടാവും നശിപ്പിക്കുന്നു, രോഗാണുക്കളെ നശിപ്പിക്കും. അതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. എന്നിട്ട് ഓരോ വീടുകളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇതാക്കും. അത് നമ്മൾ എന്താണ്, ടാങ്കുകളിലൊക്കെ സംഭരിക്കാം. അങ്ങനെ ജലം വീടുകളിലേക്ക് എത്തിക്കും. ഓക്കെ, ഈ ചിത്രത്തിൽ എന്താണ് പറയുന്നത് നമ്മൾ കണ്ടു. ഈ ചിത്രത്തിൽ ജലത്തിന്റെ ശുദ്ധീകരണം, പുഴവെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്, അത് എങ്ങനെയാണ് ഓരോ വീടുകളിലേക്കും എത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്.
ഇതിനേക്കാൾ പുഴവെള്ളം ആദ്യമായിട്ട് എന്ത് ചെയ്യും, അതിലുണ്ടാകുന്ന മാലിന്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അരിച്ചു മാറ്റും. വലിയ മാലിന്യങ്ങളെയൊക്കെ അരിച്ചു മാറ്റും. അതിനുശേഷം അതിനെ എന്ത് ചെയ്യും, അടിഞ്ഞുകൂടാൻ അനുവദിക്കും, അഥവാ സെറ്റിൽ ഡൗൺ ചെയ്യും. അങ്ങനെ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ അടിഞ്ഞുകൂടും. അതിലെ വെള്ളം എന്ത് ചെയ്യും, വേറൊരു ഫിൽട്രേഷൻ യൂണിറ്റുകളിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് നല്ലോണം എന്ത് ചെയ്യും, അരിച്ചു മാറ്റും. അരിച്ചു മാറ്റത്തിന് ശേഷം ബയോളജിക്കൽ പ്രോസസ് അഥവാ ജൈവിക ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, അതിലുണ്ടാകുന്ന രോഗാണുക്കളെയൊക്കെ എന്ത് ചെയ്യും, നശിപ്പിക്കും. അതിനുശേഷം അതെന്ത് ചെയ്യും, വലിയ വലിയ ടാങ്കുകളിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഓരോ വീടുകളിലേക്കും എത്തിക്കും. ഇതാണ് എന്ത്, പുഴവെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് എന്നതിന്റെ ചെറിയ ഒരു പ്രോസസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 6 പ്രോസസ്സുകളിലൂടെ അഥവാ 4 പ്രോസസ്സുകളുടെയാണ് എന്ത് ചെയ്യുക, ഈ ജലശുദ്ധീകരണം നടക്കുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് അല്ലെ, പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പലതരത്തിലുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്കൊക്കെ വെള്ളം, പുഴവെള്ളം നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇതിന്റെ ഉയർന്ന ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ ചിത്രീകരണത്തിലൂടെ മാത്രമാണ്. ഇത് കൂടാതെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് നമുക്ക് ശുദ്ധിയായ രീതിയിലുള്ള വെള്ളം നമുക്ക് എന്ത് ചെയ്യുക, ലഭ്യമാകുന്നത്. ഈ പിക്ചർ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഓക്കെ, കുറച്ചധികം ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. അടുത്തതായിട്ട് എന്താ പറയുന്നത്, പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായി, നമ്മൾ ആ ചിത്രത്തിൽ അത് കണ്ടു. നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയാണ് അല്ലെ? ചിലരുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തുന്നത്? പുഴയിലെ വെള്ളം എത്താം, കിണറിലെ വെള്ളം എത്താം, കുഴൽ കിണർ, അങ്ങനെ പല ഇതം ജലസ്രോതസ്സുകളുണ്ട്. പലവരുടെ വീട്ടിലും പല രീതിയിലാണ് വെള്ളം എത്തുന്നത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോട്ട് ചെയ്യണം. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾ എഴുതുക. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളമാണ് വേണ്ടി വരിക? ഓക്കെ, ഒരു ദിവസം നമുക്കറിയാം, ഒരു ദിവസം 8 ലിറ്ററോളം വെള്ളമെങ്കിലും ഒരാൾ കുടിക്കണം എന്ന് പറയുന്നത്. അത് വെറും കുടിക്കുന്ന ആവശ്യത്തിന് മാത്രമാണ്. അതുകൂടാതെ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്? നമുക്ക് കുളിക്കാനും, നമുക്ക് ഭക്ഷണം പാകം ചെയ്യണം, പാത്രങ്ങൾ കഴുകണം, വസ്ത്രങ്ങൾ അലക്കണം, ഇതിനൊക്കെ എന്താണ്, വെള്ളം ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ എത്രത്തോളം വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. അതിനൊരു ഏകദേശ പ്രതിദിന ഉപയോഗത്തിന്റെ കണക്കാണ് എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുടിക്കാൻ 2.5 മുതൽ 3.5 ലിറ്റർ വരെയാണ് എന്ത് ചെയ്യുക, നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഭക്ഷണം പാകം ചെയ്യാൻ 3 മുതൽ 4 ലിറ്റർ വരെ, പാത്രം കഴുകാൻ 6 മുതൽ 8 ലിറ്റർ, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ, ശുചീകരണത്തിന് 50 ലിറ്റർ, മറ്റാവശ്യങ്ങൾക്ക് 30 ലിറ്റർ, ആകെ 121.5 മുതൽ 125.5 ലിറ്റർ വരെ വെള്ളം എന്താണ്, നമുക്ക് എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് വീട്ടിലെ ആളുകളുടെ എണ്ണം കൂടുന്തോറും എന്താണ്, വെള്ളത്തിന്റെ ഉപയോഗം എന്താണ്, അവിടെ കൂടുകയാണ്. അപ്പൊ അത് ഈ ലിറ്ററിനേക്കാളും കൂടുന്നു. അപ്പൊ ഒരു ദിവസം തന്നെ നമ്മൾ ധാരാളം വെള്ളം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ലഭ്യത എന്ന് പറഞ്ഞത്, ലഭ്യമാവേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, നൽകിയിട്ടുള്ള പട്ടികയിലെ ഉപയോഗവുമായി നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗം താരതമ്യം ചെയ്യുക. ഇതൊരു ദിവസത്തെ ഒരാളുടെ ഉപയോഗമാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങളും ഇത്തരത്തിൽ ഏതിലൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്, അതിന് എത്രയാണ് എടുക്കുന്നതിന്റെ ഒരു ഏകദേശ അളവുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കി നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലെ ഉപയോഗം മനസ്സിലാക്കാവുന്നതാണ്. ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടെന്ന് കണ്ടല്ലോ. ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാകും, എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. ഇതിലുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിന്റെ ഉപയോഗം നമുക്ക് കുറച്ചുകൊണ്ട് ഉപയോഗിക്കാം അല്ലെ? ചില കാര്യങ്ങളും പാത്രം കഴുകുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ വെള്ളം ഉപയോഗിച്ചാണ് പാത്രം കഴുകാം. ചില കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, വെള്ളം നമ്മൾ കുറഞ്ഞ രീതിയിൽ ചെലവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. എന്നാൽ വെള്ളം കുടിക്കേണ്ടത് നമുക്ക് എന്താണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജല മലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകും എന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അതായത് വെള്ളത്തിന്റെ ഈ ആവശ്യം കൂടുന്തോറും എന്താണ്, അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇവിടെ ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം, നമുക്ക് ഓരോ പത്രങ്ങളിലും ന്യൂസുകളിലും വീഡിയോകളിലും ഒക്കെ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം, ചിലർ വെള്ളത്തിന്റെ ദൗർലഭ്യത അനുഭവപ്പെടുന്നവരുണ്ടാവും. അവർക്കറിയാം വെള്ളത്തിന്റെ ആവശ്യം എത്രത്തോളമാണ്.
അല്ലെങ്കിൽ വെള്ളം എത്രത്തോളം അമൂല്യമാണ് എന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നതാണ് അല്ലെ. അടുത്തത് എന്താ ഇത് പറയുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനാണ്? അതെ, പലരും ആവശ്യത്തിനായിരിക്കും കൂടുതൽ വെള്ളം ആവശ്യം. പ്രധാനമായിട്ടും നമ്മൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു നേരത്തെ കൊടുത്തിട്ടുള്ള പട്ടിക പ്രകാരം നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾ ആദ്യം ഒരു കുളത്തിൽ എഴുതുക. അതിനുശേഷം അതിന് യൂസ് ചെയ്യുന്ന എത്ര വെള്ളമാണ് എടുക്കുന്നത് ഏകദേശം കണക്കെടുത്ത് എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തും. നമ്മുടെ ശരീരത്തിൽ ജലത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ പറഞ്ഞു നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ജലം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ കുറേ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്താണ് വെള്ളം അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുടിക്കേണ്ടതും എന്താണ് ഒരു അത്യാവശ്യ ഘടകമാണ്. നമ്മുടെ ശരീരത്തിൽ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് ശരീരത്തിന് എന്താണ് സംഭവിക്കുക? അതിന്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഏകദേശം എത്ര ശതമാനമാണ് ജലത്തിന്റെ അളവുള്ളത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. നമ്മുടെ ശരീരത്തിൽ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഓരോ അവയവങ്ങളിലും എത്രത്തോളമാണ് വെള്ളത്തിന്റെ അളവ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം ഇവിടെ ഓരോ ഇതിന്റെയും അളവ് പറയുന്നത്. തലച്ചോറിൽ 73% 73% വെള്ളത്തിന്റെ അളവ് എവിടെയുണ്ട്? തലച്ചോറിൽ 73% എന്താണ് വെള്ളത്തിന്റെ അളവുണ്ട്. രക്തത്തിൽ 94% വെള്ളമുണ്ട്. വൃക്കകളിൽ 79%, പേശികൾ 75%, അസ്ഥികൾ 31%, ശ്വാസകോശത്തിൽ 83%, ഹൃദയത്തിൽ 75%. നമ്മുടെ ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും എന്താണ് വെള്ളത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം തലച്ചോറിൽ 73% ജലത്തിന്റെ അംശമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് തലച്ചോറിനെ ബാധിക്കും, രക്തത്തെ ബാധിക്കും, വൃക്കകളെ ബാധിക്കും, പേശികളെ ബാധിക്കും, അസ്ഥികളെയും ശ്വാസകോശത്തെയും ഹൃദയത്തെയും ഒക്കെ എന്താണ് ഹൃദയത്തെയും എല്ലാം എന്താണ് മോശകരമായിട്ട് എന്തെങ്കിലും ബാധിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വെള്ളത്തിന്റെ അളവിനെ നമ്മൾ എപ്പോഴും എന്താണ് അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലുള്ള അവയവങ്ങൾക്കൊക്കെ എന്താണ് വെള്ളത്തിന്റെ ആവശ്യം വെള്ളത്തിന്റെ ഘടകം എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ തലച്ചോറിൽ 73%മാണ്. വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലെ സ്വാഭാവികമായിട്ടും തലച്ചോറിലെ ജലത്തിന്റെ അളവ് കുറയും. അപ്പൊ നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും? ശരിയായ രീതിയിലെ പ്രവർത്തനത്തിന് എന്ത് ചെയ്യും? അത് ബാധിക്കും. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രോഗങ്ങളിലേക്ക് നയിക്കാം. രക്തം 94%, വൃക്കകളിൽ 79%, പേശികൾ 75%, അസ്ഥികളിൽ 31%, ശ്വാസകോശത്തിൽ 83%, ഹൃദയത്തിൽ 75%. ഇതെല്ലാം ഇതിന്റെ ഒരു കണക്കിന് തന്നെ ആവണം നിർബന്ധമാണ്. ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാലും ഇതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് എന്താണ് അത് മോശകരമായിട്ട് ബാധിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എന്നും വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും ഒരു ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിന്റെ ഒരു ഏകദേശ അളവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ശാരീരിക പ്രവർത്തനങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്? ജലം. അടുത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ജലത്തിന്റെ ജലത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിൽ പറഞ്ഞു. ഓക്കെ, ദൈനംദിന ജീവിതത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ജലം സസ്യങ്ങളിൽ എത്രത്തോളമാണ് ആവശ്യകത, അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ജലം ആവശ്യമാണ്, ജലമില്ലാത്ത സസ്യങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്നാണ് ഇനി ചോദിക്കുന്നത്. സസ്യങ്ങൾക്കും എന്താ ആവശ്യമുണ്ട്? ജലം ആവശ്യമുണ്ട്. എന്തെല്ലാം ഗർഭങ്ങളാണ് അവയൊക്കെ. സസ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു ജലം ആവശ്യമാണ്. എന്തിനാണ് സസ്യങ്ങളിൽ ജലത്തിന്റെ ആവശ്യകത? അതെ, സസ്യങ്ങളിൽ എന്തിനൊക്കെയാണ് ആവശ്യമുള്ളത്? ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മൾ പറഞ്ഞു ഹരിത സസ്യങ്ങളിൽ എന്തുണ്ട്? ആഹാരം പാകം ചെയ്യുന്ന ആദ്യത്തെ പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യത്തെ പാഠത്തിലാണോ രണ്ടാമത്തെ പാഠഭാഗത്തിലാണോ പറഞ്ഞത്? അത് നിങ്ങളൊന്ന് പറയണേ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആഹാരം എന്താണ് സസ്യങ്ങളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ആഹാരം നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടി വരും. ഈ വിവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ജലത്തിന്റെ സഹായത്തോടെയാണ്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ജലത്തിന്റെ സഹായത്തോടു കൂടിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് പ്രകാശ സംശ്ലേഷണം. ഈ പ്രകാശ സംശ്ലേഷണം എന്താവശ്യമാണ്? ജലവും ലവണങ്ങളും ആവശ്യമാണ്. അവിടെയും നമുക്ക് എന്താവശ്യമാണ്? സസ്യങ്ങൾക്ക് ജലം ആവശ്യമാണ്. സസ്യ ശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നത്
നമുക്കറിയാം ശരീരത്തില് വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ ചെടികളൊക്കെ എന്ത് ചെയ്യും, ഉണങ്ങിപ്പോകും. അങ്ങനെ ചെടികളെല്ലാം ഉണങ്ങാതെ അതിന്റെ ശരീരഘടന നിലനിർത്താൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ശരീരത്തില് നമ്മുടെ ശരീരത്തിന് ഉം നിലനിൽപ്പിന് സഹായിക്കുന്നത് പോലെ തന്നെ സസ്യങ്ങളുടെ നിലനിൽപ്പിനും ആര് സഹായിക്കുന്നുണ്ട്? വെള്ളം സഹായിക്കുന്നുണ്ട്, അഥവാ ജലം സഹായിക്കുന്നുണ്ട് അതിന്റെ ശരീരഘടന നിലനിർത്താൻ വേണ്ടി. ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലം ആ സമയത്ത് ജലവും ലവണങ്ങളും എന്താണ്, മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്നുണ്ട്. ഈ വലിച്ചെടുത്തിട്ടുള്ള ജലവും ലവണങ്ങളൊക്കെ എന്താണ്, മണ്ണിൽ നിന്നും വേരുകളിലൂടെ എവിടേക്ക് എത്തണം? ഇലകളിലേക്ക് എത്തണം. ഇതിനും ആരാണ് സഹായിക്കുന്നത്? ജലമാണ് സഹായിക്കുന്നത്. ഇത്തരത്തിൽ സസ്യങ്ങളിൽ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണത്തിന്, സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിനും എല്ലാം ആര് സഹായിക്കുന്നുണ്ട്? ജലം സഹായിക്കുന്നുണ്ട്. എല്ലാ ജീവികൾക്കും ജീവപ്രവർത്തനങ്ങൾക്കും എന്ത് ആവശ്യമാണ്? ജലം ആവശ്യമാണ്. ഓക്കെ. ഇത്രയും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞത്? വെള്ളത്തിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് പറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവ് പറഞ്ഞു. സസ്യങ്ങളിൽ അളവ് എത്രത്തോളമാണ് ജലത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ ആവശ്യകത എന്നതിനെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത്? ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നമ്മൾ ജലം ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി നമ്മൾ ജലത്തിന്റെ പ്രോപ്പർട്ടീസ് അഥവാ അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും എന്ത് കണ്ടിട്ടുണ്ടാവും? ജലം കണ്ടിട്ടുണ്ടാവും അല്ലെ? അഥവാ വെള്ളം കണ്ടിട്ടുണ്ടാവും. വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? വെള്ളത്തിന് നിറമുണ്ടോ, മണമുണ്ടോ? നിങ്ങൾ എല്ലാവരും എന്ത് കണ്ടിട്ടുണ്ട്? വെള്ളം കണ്ടിട്ടുണ്ട് അല്ലെ? വെള്ളത്തിന് നിറമുണ്ടോ, മണമുണ്ടോ? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. ജലം. ജലത്തിന് ആകൃതി ഉണ്ടോ? ജലത്തിന് ആകൃതി ഉണ്ടോ? ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന് പറഞ്ഞു. ഇതിപ്പോ പറയുന്നത് ഇതിനെ കുറിച്ചാണ്, ജലത്തെ കുറിച്ചാണ് പറയുന്നത്. ജലത്തിന് ആകൃതി ഉണ്ടോ എന്നാണ് പറയുന്നത്. ജലത്തിന് ആകൃതി ഉണ്ടോ ഇല്ലേ, അതുപോലെ തന്നെ ജലത്തിന് നിറമുണ്ടോ, മണം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു അതിന്റെ പ്രത്യേകതകൾ. ജലത്തിന് ആകൃതി ഉണ്ടോ? ആകൃതി ഉണ്ടോ ജലത്തിന്? ഇല്ല അല്ലെ? ജലത്തിന് ആകൃതിയില്ല. ജലത്തിന് നിറമുണ്ടോ? ഇല്ല. ജലത്തിന് മണമുണ്ടോ? മണം നമുക്ക് പറയാം, ചെറിയ രീതിയിൽ ജലത്തിന് എന്ത് ചെയ്യാം, മണമുണ്ടാകാം അല്ലെ? കാരണം ചില വെള്ളം എന്താണ്, മണമുണ്ടാകാം. നിറം അതുപോലെ തന്നെ നിറം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ചില വെള്ളം എന്താണ്, ചില ഇടങ്ങളിൽ ചെറിയൊരു മഞ്ഞ നിറമൊക്കെ കാണും. പൊതുവെ നമ്മൾ എന്താണ്, വെള്ളത്തിന് നിറമില്ല എന്ന് അഥവാ ജലത്തിന് നിറമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ഓക്കെ. ഈ കുട്ടി എന്താ പറയുന്നത്? നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലം ആയിരിക്കും അല്ലെ? നമ്മൾ പറഞ്ഞു ചില വെള്ളത്തിന് നിറവും മണവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എത്തരത്തിലുള്ള വെള്ളങ്ങൾക്കാണ് നിറവും മണവും ഉണ്ടാകുന്നത്? പറയാം, ബോർവെൽ അഥവാ കുഴൽക്കിണറുകളിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ വീട്ടിൽ ചിലപ്പോൾ വെള്ളത്തിന് ചെറിയ രീതിയിലൊരു സ്മെല്ല് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ചെറിയ മഞ്ഞ നിറവും ഉണ്ടാക്കാം. അത്തരത്തിൽ ചില ജലസ്രോതസ്സുകൾക്ക് എന്താവും, നിറവും മണവും ഉണ്ടാവും. അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഒരു പക്ഷെ ആ പ്രദേശത്ത് ഉണ്ടാകുന്ന മണ്ണിന്റെ മണ്ണിലുണ്ടാകുന്ന മറ്റു ഘടകങ്ങൾ എന്താവും, അവിടുത്തെ വെള്ളത്തിന് നിറത്തിനും അതുപോലെ തന്നെ മണത്തിനും കാരണമാകാം എന്നാണ്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്ര കാര്യം മനസ്സിലാക്കി. സാധാരണഗതിയിൽ വെള്ളത്തിന് എന്താ, ശുദ്ധജലത്തിന് നിറമോ മണമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ. നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഈ അഭിപ്രായത്തോട്. ശുദ്ധജലത്തിന് എന്താണ്, നിറവും മണവും ഉണ്ടാവില്ല. എന്നാൽ ചില ഉം ജലത്തിന് എന്താവാം, നിറവും മണവും ഉണ്ടാകാം. ഓക്കെ. പരിശോധിച്ച ഘടകം ജല പരിശോധന റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞു നിറം അതിന്റെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞു. മണം എന്താണ്, ഇല്ല എന്ന് പറഞ്ഞു. ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു
കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ പറഞ്ഞു ബാക്ടീരിയ എന്ന് പറഞ്ഞ് നമുക്ക് രോഗം പകരാൻ ഒരു കാരണക്കാരിയാണ് ബാക്ടീരിയകൾ. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം എന്താണ് ജീവൽ പ്രവർത്തനങ്ങളെയും അതുപോലെ ആഹാര നിർമ്മാണത്തിനും അവരെ സഹായിക്കുന്നുണ്ട്. ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? നല്ല ബാക്ടീരിയകളുമുണ്ട്, ചീത്ത നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ബാക്ടീരിയകളും പ്രസന്റ് ആണ്. അപ്പൊ ചില വെള്ളത്തിൽ എന്താണ് ബാക്ടീരിയകൾ പ്രസന്റ് ആണ്, പക്ഷെ അത് വെള്ളത്തിന്റെ ആവശ്യമായിട്ടുള്ള ഘടകമായിട്ടും വരാം. എന്നാൽ ബാക്ടീരിയകളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ വെള്ളം എന്താണ് മലിനമാകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ചർച്ച ചെയ്യൂ. ശുദ്ധജലത്തിന്റെ നിർവചനം എഴുതി നോക്കൂ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിന്റെ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധന ലാബുകളിൽ എത്തിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കും. അതെ, അതായത് നമ്മൾ പറഞ്ഞു എല്ലാ ജലവും എന്തല്ല ഒരുപോലെയല്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് കിട്ടുന്ന ജലസ്രോതസ്സുകൾ എന്താണ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ജലം എന്താണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക ജലം ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പക്ഷേ നിറമുണ്ടാകാം, ഒരു പക്ഷേ മണമുണ്ടാകാം. വെള്ളത്തിന്റെ എന്താണ് മറ്റു ഘടകങ്ങളായിട്ടുള്ള വെള്ളത്തിൽ എന്ത് ചെയ്യാം മറ്റു എലമെന്റ്സുകൾ ഉണ്ടാക്കാം. അഥവാ മൂലകങ്ങളായിട്ടുള്ള കാൽഷ്യത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ സോഡിയത്തിന്റെയോ ഒക്കെ എന്താണ് അളവുകൾ ഉണ്ടാക്കാം. അതൊക്കെ ജലത്തിൽ കാണപ്പെടുന്ന മിനറൽസുകളാണ്. അപ്പൊ അതിന്റെയൊക്കെ ഘടകങ്ങൾ ഉണ്ടാക്കും. അതിന്റെ ഘടകങ്ങൾക്കൊക്കെ എന്താണ് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ആ വെള്ളം എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അല്ലെങ്കിൽ ശുദ്ധജലം എന്താണ് അത്തരത്തിലുള്ള ജലം നമുക്ക് കുടിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ല. അപ്പൊ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധജലമാണോ, അത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും കുടിക്കാനും യോഗ്യമായതാണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്ത പരിസരങ്ങളിൽ ഉണ്ടാകുന്ന വാട്ടർ അതോറിറ്റി അഥവാ ജല ലാബുകളിൽ ജലപരിശോധനത്തിന് ലാബുകൾ ഉണ്ടാവും. ലാബുകളിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ഇത്രത്തോളം ശുദ്ധമാണ് നിങ്ങളുടെ വീട്ടിലെ ജലം എന്ത് ചെയ്യുക നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിലെ ഘടകങ്ങൾ മറ്റെന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടെന്നും അത് എത്രത്തോളമാണ് ആവശ്യമുള്ളത് എന്നും എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ നമുക്ക് കൂടുതൽ അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ വെള്ളം എന്ത് ചെയ്യുക ലാബുകളിൽ എത്തിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ വാങ്ങാൻ ശ്രമിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയണം. ഓക്കെ, അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു വാട്ടർ അതോറിറ്റി സാമ്പിളിൽ പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ വീടുകളിൽ വെള്ളം ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ടൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു വെള്ളത്തിന് മണം ഉണ്ടാവാം, ഒരുപക്ഷെ അതുപോലെ നിറമുണ്ടാകും. എന്നാൽ എല്ലാ വെള്ളത്തിനും മണമുണ്ട് നിറമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില വെള്ളത്തിന് എന്തായാം നിറമുണ്ടാകാം, അതുപോലെ തന്നെ മണമുണ്ടാകാം. ഓക്കെ, അതൊരു എക്സെപ്ഷണൽ കേസാണ്, ഉണ്ടാകാം അഥവാ ഉണ്ടാകാതിരിക്കാം. എന്നാൽ ജലത്തിന് ആകൃതി ഉണ്ടോ, അതെന്താണ് ആകൃതി ഉണ്ടോ ഇല്ലേ എന്നതിന് ഒരൊറ്റ ആൻസർ ഉള്ളൂ. ജലത്തിന് എന്തില്ല, ആകൃതിയില്ല. ജലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തരം ലിക്വിഡ് ആണ് അല്ലെ. ജലം എന്താണ് ലിക്വിഡ് ആണ്, അഥവാ ജലത്തിന് എന്തില്ല പ്രത്യേക ഒരു ആകൃതിയില്ല. ഏത് പാത്രത്തിലാണോ അത് നിൽക്കുന്നത് അതിന്റെ ആകൃതി എന്ത് ചെയ്യും, അത് സ്വീകരിക്കും. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത് ജലം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ജലത്തിന് ആകൃതി ഇല്ല എന്ന് പറയാം. ഓക്കെ, നമ്മൾ ജലം ഈ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, അപ്പൊ നമുക്ക് എന്ത് പറയാം, ജലത്തിന്റെ ആകൃതി ആ ഗ്ലാസിന്റെ ആകൃതിയാണെന്ന് പറയാം. ഇനി അതല്ല ഈ രണ്ടാമത്തെ ഷേപ്പിലുള്ള ഫ്ലാസ്ക് പോലുള്ള പാത്രങ്ങളിൽ എടുക്കുന്ന നമുക്ക് പറയാം ഈ ഫ്ലാസ്കിന്റെ ഷേപ്പ് ആണെന്ന് പറയാം. ഇത്തരത്തിലുള്ള ബോട്ടിൽസുകളാണെങ്കിൽ നമുക്ക് എന്താ പറയാം ബോട്ടിലിന്റെ ഷേപ്പാണ്. അപ്പൊ വെള്ളത്തിന് എന്ത് ചെയ്യാം ഒരു ആകൃതി ഒന്നുമില്ല. ഏത് പാത്രത്തിലാണോ നമ്മൾ എന്ത് ചെയ്യുക വെള്ളത്തിന് എടുക്കുന്നത് ആ ഒരു ആകൃതി സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, വെള്ളത്തിന് അഥവാ ജലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ജലത്തിന് ആകൃതി ഇല്ല എന്ന് പറയാം. പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളം എടുക്കുക. ജലത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? ഓരോ പാത്രത്തിലെ വെള്ളത്തിന്റെ ആകൃതി നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ പറയും. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെള്ളത്തിന് എന്തില്ല, ആകൃതി ഇല്ല. നമ്മൾ ഏത് പാത്രങ്ങളിലാണോ എടുക്കുന്നത് ആ പാത്രങ്ങളിലെ ആകൃതി എന്താണ് സ്വീകരിക്കാൻ ആർക്ക് സാധിക്കും, വെള്ളത്തിന് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു മുങ്ങുന്ന വസ്തുക്കളും മുങ്ങാത്തവയും. നമുക്കറിയാം വെള്ളത്തിലെ എല്ലാ വസ്തുക്കളും മുങ്ങിക്കിടക്കും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിൽ നീന്താനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ കപ്പലുകൾ എന്താണ് വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ മുകളിലൂടെ പോകാനുള്ള കഴിവുണ്ട്. നമുക്കറിയാം മഞ്ഞ് പ്രദേശങ്ങളിൽ ഐസൊക്കെ എന്താണ് വെള്ളത്തിന്റെ മുകളിൽ എന്താണ് ഐസ് ഉണ്ട് അല്ലെ. അങ്ങനെ കുറേ വസ്തുക്കൾ എന്താണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചില വസ്തുക്കൾ എന്താണ് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നവയും ഉണ്ട്.
അത് ഏതെല്ലാമാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ കണ്ടോ, രണ്ട് കുട്ടികള് തോണി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, വെള്ളത്തിലൂടെ ഒഴുക്കി വിടണം. അപ്പൊ ഈ തോണി എന്തല്ല, തോണി എന്തില്ല, വെള്ളത്തിൽ മുങ്ങുന്നില്ല, വെള്ളത്തിൽ പൊങ്ങിയാണ് പോകുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഈ ഇത്തരത്തിലുള്ള തോണിയൊക്കെ എന്താണ് മുങ്ങാൻ ചാൻസ് ഉണ്ട്. പൊതുവെ എന്താണ് തോണി നമ്മളൊരു ബോട്ടിനോടും അതേപോലെ തന്നെ കപ്പലിനോടൊക്കെ എന്താണ് ഉപമിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, അത് വെള്ളത്തിന്റെ മുകളിലൂടെ പോകുകയാണ്. അത് മുങ്ങാതിരിക്കാനുള്ള രീതിയിലുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ ആകൃതി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സാധാരണഗതിയിൽ കരയിൽ ആം, പോകുന്ന വാഹനങ്ങൾ പോലെയല്ല എന്ത് കപ്പലിന്റെ ആകൃതി. അതിന്റെ ആ ആകൃതിയാണ് എന്ത് ചെയ്യുക, വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ അത് കാരണം. താഴെ നൽകിയ വസ്തുക്കളിൽ എന്തെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, നിങ്ങളുടെ ഊഹം എഴുതുക. ഓക്കെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഏതാണ്, ഇതിലെ കുറച്ച് ഞാൻ പറയാം, ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഏതൊക്കെയാണ്, പൊങ്ങിക്കിടക്കാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കല്ല്. കല്ല് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ? ഇല്ല. കല്ല് എന്താണ്, താഴ്ന്നു പോകും. അത് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് കല്ലിട്ട് പോകുക. നമുക്കറിയാം സ്വാഭാവികമായിട്ടും എന്താണ്, കല്ല് താഴേക്ക് പോകും. അവിടെ എന്താണ്, ചെറിയ രീതിയിൽ ഒരു സർക്കിൾ ഫോം ചെയ്യും അല്ലെ. ആ സർക്കിൾ ഫോം ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ എന്ത് ചെയ്യുക, വെള്ളം എന്ത് ചെയ്യാനും, വെള്ളം എന്താണ്, പൊങ്ങിക്കിടക്കില്ല, അത് താഴ്ന്നു കിടക്കും. ബലൂണ് പൊങ്ങിക്കിടക്കോ? ഓക്കെ. നാണയം മുങ്ങും. തടിക്കഷ്ണം, തടിക്കഷ്ണം ചെറിയ തടിക്കഷ്ണങ്ങൾ സ്വാഭാവികമായിട്ടും മുങ്ങിക്കിടക്കും അല്ലേ. എന്നും അതിന്റെ ഇല്ല, താഴ്ന്നു പോവില്ല, അത് മുങ്ങിക്കിടക്കും, അത് പൊങ്ങിക്കിടക്കും. കർപ്പൂരം എന്ത് ചെയ്യില്ല, താഴ്ന്നു പോവും. പ്ലാസ്റ്റിക് എന്താണ്, മുങ്ങിക്കിടക്കും. അങ്ങനെ കുറച്ചുകൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടാബിൾ ബാക്കി എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യണം. ഓക്കെ, ഈ ഇരുമ്പാണി എങ്ങനെയാണ്, ഇല എങ്ങനെയാണ്, മെഴുക് എന്താണ്, ഐസ് എന്താണ്, ഇതിൽ കൂടുതൽ എക്സാമ്പിളുകൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പട്ടിക നിങ്ങൾ വിപുലീകരിക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ധാരാളം വസ്തുക്കൾ നമുക്കുണ്ട്. ഏതെല്ലാം വസ്തുക്കളാണ് പൊങ്ങിക്കിടക്കുന്നത്, പൊങ്ങിക്കിടക്കാത്തത് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു കല്ല് എന്താണ്, പൊങ്ങിക്കിടക്കും. ബലൂൺ എന്ത് ചെയ്യും, സോറി, കല്ല് എന്താണ്, മുങ്ങും. ബലൂൺ ആണെങ്കിൽ ഇത് പൊങ്ങിക്കിടക്കും. നാണയം എന്താണ്, അതിൽ വെള്ളത്തിൽ മുങ്ങും. തടിക്കഷ്ണം പൊങ്ങിക്കിടക്കും. കർപ്പൂരം എന്താണ്, വെള്ളത്തിൽ മുങ്ങും. പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്താണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇരുമ്പാണി എന്താണ്, വെള്ളത്തിൽ മുങ്ങും. ഇലയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വെള്ളത്തിന്റെ മുകളിലൂടെ പക്ഷെ അത് ഇല ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും, അത് താഴത്തേക്ക് പോകാം നല്ലോണം ജീർണിച്ചു കഴിഞ്ഞാൽ. ഐസ് പറഞ്ഞിട്ടുണ്ട്, ഐസ് ബ്ലോക്കിൽ എന്താണ്, വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, ഐസിനുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏതെല്ലാം വസ്തുക്കളാണ് മുങ്ങുന്നത് അഥവാ മുങ്ങാത്തവ. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ധാരാളം വസ്തുക്കളുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ വസ്തുക്കളെ എടുത്തിട്ട് അത് മുങ്ങുന്നവയല്ലേ എന്ന് നോക്കുക. അഥവാ നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുക, അത് മുങ്ങി കിടക്കുകയാണോ അഥവാ പൊങ്ങി കിടക്കുകയാണെന്ന് ചെയ്യുക. നിങ്ങളുടെ നിരീക്ഷണത്തിലൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ അല്ലെ. ഞാൻ പറഞ്ഞു ബോട്ടിലുള്ള യാത്ര, വെള്ളത്തിലൂടെ മുകളിലൂടെ ബോട്ടിന് യാത്ര ചെയ്യാൻ കഴിയുന്നത് എന്താണ്, അതിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. മനോഹരമായിട്ടുള്ള ആഡംബര കപ്പലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലുള്ള യാത്ര വളരെയധികം മനോഹരമാണ്. അതിന് സഹായിക്കുന്നത് ആരാണ്, കപ്പലിന്റെ ആകൃതി പോലും കപ്പലിന് എന്താണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും അല്ലെ. ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഓരോ യാത്രകൾക്കും എന്താണ്, ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കൈവല്യം നമ്മെ സഹായിക്കുന്നു. ഇനി ലയിക്കുന്ന വസ്തുക്കളുണ്ട്, അതുപോലെ ലയിക്കാത്ത വസ്തുക്കളുണ്ട്. എന്താണ് ലയിക്കുന്നത്, എന്താണ് ലയിക്കാത്തത്? ലയിക്കുന്നത് എന്ന് പറയാം, നമുക്കറിയാം നമ്മളൊരു ഉപ്പുവെള്ളം എടുത്തു. ഉപ്പുവെള്ളം എടുത്ത്, ഓക്കെ, നമ്മളൊരു ഗ്ലാസ് എടുത്തു, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു. അതിനുശേഷം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം എന്ത് ചെയ്യാം, അത് അത് തമ്മിൽ എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാം. ആ സമയത്ത് എന്താണ്, ഉപ്പും വെള്ളവും തമ്മിൽ എന്ത് ചെയ്യുക, പരസ്പരം എന്ത് ചെയ്യും, ലയിക്കും. അതായത് പിന്നെന്ത് ചെയ്യുക, പിന്നെ ആ ഉപ്പിന്റെ തരത്തിലുള്ള നമ്മൾ ആ വെള്ളത്തിൽ കാണാൻ കഴിയോ, ഇല്ല. അതായത് അത് പൂർണ്ണമായിട്ടും എന്താണ്, ഉപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്യും, ലയിച്ചു. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഉപ്പ് വെള്ളം കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പഞ്ചസാര ലയിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പഞ്ചസാര വെള്ളം കിട്ടും. അങ്ങനെ എന്താണ്, അത്തരത്തില് പൂർണ്ണമായിട്ടും ആ വെള്ളത്തിൽ എന്ത് ചെയ്യും, ചില വസ്തുക്കൾ ലയിക്കും. അതിനെ എന്ത് വിളിക്കും, ലയനം എന്ന് വിളിക്കും. ഓക്കെ, പൂർണ്ണമായിട്ടും വസ്തുക്കളെ വെള്ളത്തിൽ ലയിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ലയനം എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ലയനം എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു പഞ്ചസാര വെള്ളം പറഞ്ഞു, അതുപോലെ തന്നെ പഞ്ചസാര വെള്ളം പറഞ്ഞു,
ഉപ്പുവെള്ളത്തിന്റെ കേസൊക്കെ പറഞ്ഞു. പഞ്ചസാര വെള്ളം ഉപ്പുവെള്ളത്തിന്റെ കേസിലും എന്താണ്, അതെന്താണ്, വെള്ളത്തിൽ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് ലയിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തു. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ മണലെടുത്തു. എന്നിട്ട് ഇതിലേക്ക് മണൽ വെച്ചു. ആ സമയത്ത് മണൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം കംപ്ലീറ്റ്ലി മണൽ നല്ലോണം മിക്സ് ചെയ്യും. പക്ഷെ എന്താണ്, മണൽ എന്ത് ചെയ്യില്ല, ശരിക്കും എന്തായിട്ടുണ്ടാവില്ല, അത് ലയിച്ചിട്ടുണ്ടാവില്ല, താഴെ എന്തായിട്ടുണ്ടാവും, അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ രണ്ടു തരം വസ്തുക്കളാണുള്ളത്. അതായത് ലയിക്കുന്ന വസ്തുക്കളുണ്ട്, ലയിക്കാത്ത വസ്തുക്കളുണ്ട്. എന്തൊക്കെയാണ് ലയിക്കുന്ന വസ്തുക്കൾ, പിന്നെ ലയിക്കാത്ത വസ്തുക്കളും ഏതൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് പറയുന്നത്. ഓക്കെ. ഇവിടെ ഒരു സംഭാഷണം ഉണ്ട്. ഈ സംഭാഷണം നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ഈ രണ്ട് കുട്ടികളുണ്ട്. കുട്ടികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ എന്താണ് പറയുന്നത്. ഓക്കെ. ചേട്ടാ, എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ? വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക. നാരങ്ങ വെള്ളം റെഡി. പഞ്ചസാര എവിടെ പോയി? അതെ, നമ്മൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇവിടെ ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്. വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക. നാരങ്ങ വെള്ളം വിടും. നമ്മളിട്ട ആ പഞ്ചസാര എവിടെയാ പോയത്? കുട്ടിയുടെ സംശയമാണ് പഞ്ചസാര എവിടെ പോയി എന്നുള്ളത്. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേർന്നത് കൊണ്ടാണ് കാണാൻ കഴിയാത്തത്. അതായത് നമ്മൾ പറഞ്ഞു, പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാര എന്താണ്, വെള്ളത്തിൽ ലയിക്കും. അത് ലയിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നീട് പഞ്ചസാര കാണാൻ സാധിക്കില്ല. എല്ലാ വസ്തുക്കളും ലയിക്കുമോ? adam പറഞ്ഞു, എല്ലാ വസ്തുക്കളും ലയിക്കുമോ? വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം? നമ്മൾ പറഞ്ഞു, ഉപ്പ് വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു, നാരങ്ങ വെള്ളം പറഞ്ഞു, മണൽ കലക്കിയ വെള്ളം, അതുപോലെ തന്നെ ചെളി കലക്കിയ വെള്ളം. നിങ്ങൾ വെള്ളത്തിൽ കലക്കി നോക്കുക. അപ്പൊ സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവും, അത് വെള്ളത്തിൽ ലയിക്കുന്നുണ്ടോ ലയിക്കുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് കൂടാതെ മറ്റെന്തെല്ലാം മാർഗങ്ങളാണ് വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളെ, ലയിക്കാത്ത വസ്തുക്കളെ നമുക്ക് കണ്ടെത്താം നോക്കാം. ഓക്കെ. നിങ്ങളോട് ഒരു പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പുപൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്, വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഓക്കെ. ഇതിൽ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളും ലയിക്കാത്ത വസ്തുക്കളെയും നിങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് നോക്കാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഓക്കെ. ആദ്യം പറഞ്ഞു പഞ്ചസാര. ഈ പഞ്ചസാര എന്താണ്, ജലത്തിൽ ലയിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉപ്പ് എന്താണ്, ജലത്തിൽ ലയിക്കും. വിനാഗിരി, സുർക്ക, ജലത്തിൽ ലയിക്കും. പിന്നെ അപ്പക്കാരം, അപ്പക്കാരം ജലത്തിൽ ലയിക്കും. സോപ്പ് പൊടി ജലത്തിൽ ലയിക്കും. മണ്ണെണ്ണ ജലത്തിൽ ലയിക്കില്ല. വെളിച്ചെണ്ണയും ജലത്തിൽ ലയിക്കില്ല. അതിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മണ്ണെണ്ണ നമ്മൾ വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ മുകളിലായിട്ടും വെള്ള താഴെയായിട്ടും രണ്ട് ലെയറുകളായിട്ടാണ് എന്ത് ചെയ്യുക, നിൽക്കുക. അതിന് കാരണം അതിന്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷെ അത് രണ്ടും ലയിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്താണ്, വെളിച്ചെണ്ണ എന്തില്ല, ലയിക്കുകയില്ല. മെഴുക് ലയിക്കില്ല. കർപ്പൂരം ലയിക്കും. പിന്നെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വെള്ളത്തിൽ എന്താണ്, ലയിക്കും. ഓക്കെ. ഇതിൽ കുറെ എക്സാമ്പിളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം എടുക്കുക. ഒരു കപ്പിൽ വെള്ളം എടുത്തതിന് ശേഷം ഇതൊക്കെ എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുക. നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇട്ട് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം വസ്തുക്കളാണ് ലയിക്കുന്നത് ലയിക്കാത്തത് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുക. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ? നിങ്ങളുടെ ഊഹം എഴുതുക. ഖരവസ്തുക്കളും ദ്രാവകങ്ങളും എന്താണ്, വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വാതക വസ്തുക്കൾ, വാതകങ്ങളായിട്ടുള്ള എന്താണ്, ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അത്തരത്തിലുള്ളതൊക്കെ എന്താണ്, ജലത്തിൽ ലയിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോറി, അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെയാണ് വരുന്നത്. ജലത്തിൽ ലയിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ സോഡ വാട്ടർ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെറിൻഡ, പെപ്സി, കൊക്കക്കോള, സെവനപ്പ് പോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ നിങ്ങൾ എല്ലാവരും കുടിക്കുന്നുണ്ടാവും. ഈ സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ തുറക്കുന്ന സമയത്ത് എന്താണ്, ഒരു ഭയങ്കര ഒരു നല്ല പറയാ, കുമിളകൾ, പെട്ടെന്ന് കുമിളകളും നല്ലൊരു പവറും വരുന്നുണ്ടല്ലേ. അത് തുറക്കുന്ന സമയത്ത്, ബോട്ടിൽ തുറക്കുന്ന സമയത്ത് നല്ല ഒരു പവർ മുകളിലേക്ക് വരുന്നുണ്ട്. ഇത് വരാനുള്ള കാരണം എന്താണ്, ഇതിൽ യൂസ് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണ്? നിങ്ങൾ ഒരിക്കലെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇനി മെറിൻഡ, അതുപോലെ തന്നെ
അത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ വായിക്കുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിൽ ഇൻഗ്രീഡിയൻസ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ കാർബണേറ്റഡ് വാട്ടർ എന്നെന്ത് ചെയ്യാം അതിൽ എഴുതി കാണിക്കും. അതായത് അതിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തിന് എന്താണ് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ജലത്തിൽ ലയിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങളുടെ ഒരുവിധം വീടുകളിലൊക്കെ അക്വേറിയം ഉണ്ടാവും. അതിലുള്ള ജലത്തിന് ശ്വസിക്കാൻ എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അതിന്റെ ആൻസർ പറയണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അക്വേറിയത്തിലുള്ള ജലത്തിന് വെള്ളം കിട്ടുന്നത് എന്ന്. നമുക്കറിയാം അക്വേറിയത്തിൽ ധാരാളം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് അവർക്ക് ആവശ്യമായ രീതിയിൽ അതിൽ നിന്ന് ഓക്സിജൻ ലഭിക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വരണം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള മെറിൻഡ, പെപ്സി, സെവനും കൊക്കക്കോള പോലുള്ളവയൊക്കെ എന്താണ് വാതകത്തിന്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ്, അഥവാ സോഡ വാട്ടർ അതിനുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ റീസൺ ആണ് നമ്മളിവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കുമിളകൾ വരുന്നത്, അതിന്റെ കാരണം എന്താണ്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. ഓക്കെ, സോഡ കുപ്പിയിൽ എന്താണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം എന്ത് ചെയ്യുന്നത്, ലയിപ്പിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ആണ്. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നുണ്ടോ എന്നത്. ചില വാതകങ്ങൾ എന്താണ് ജലത്തിൽ ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതിനൊരു ആൻസർ ആണ് ഇവിടെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഇത് നോട്ട് ചെയ്യണം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തുകൊണ്ടാണ് സോഡ വാട്ടർ തുറക്കുന്നത്, അതായത് ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുമിളകൾ പുറത്തു വരാൻ കാരണം എന്താണ്? അതിന് കാരണമായിട്ടുള്ള വാതകം എന്താണ്? അതിന് കാരണം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചിട്ടുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ കുമിളകൾ വരുന്നതിന് കാരണം. ഓക്കെ, നാരങ്ങ വെള്ളം തയ്യാറാക്കിയപ്പോൾ എന്തെല്ലാം ലയിച്ചു ചേർന്നത്? ഇവ എന്തിലാണ് ലയിച്ചത്? നമ്മൾ പറഞ്ഞു നാരങ്ങ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അതിൽ എന്തെല്ലാമാണ് ലയിച്ചത്, ഏതെല്ലാമാണ് ചേരാതിരുന്നത് എന്നാണ്. നമ്മൾ നാരങ്ങ വെള്ളം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കാം അല്ലെ. നാരങ്ങ വെള്ളം ഓക്കെ, നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളമാണ്. ഇതിൽ നാരങ്ങ വെള്ളം ഉണ്ട്. ഈ നാരങ്ങ വെള്ളം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ ഘടകം ഉണ്ടാവും? പഞ്ചസാര ഉണ്ടാവും, അതുപോലെ നാരങ്ങ ഉണ്ടാവും, നാരങ്ങേന്റെ നീരുണ്ടാവും. വെള്ളത്തിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ്ലി ഉണ്ടാവും അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, പഞ്ചസാര ഉണ്ടാവില്ല. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നാരങ്ങ നീരും എന്താണ് ഈ ബോട്ടിലിൽ അഥവാ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ എല്ലാ വസ്തുക്കളും എന്താണ് ലയിച്ചിട്ടുണ്ടാകും അല്ലെ. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, എല്ലാ വസ്തുക്കളും അതിൽ ലയിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നിങ്ങളൊരു ബോട്ടിൽ എടുത്തു കഴിഞ്ഞാല് ഇതിലുണ്ടാക്കുന്ന വെള്ളം, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ. വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പഞ്ചസാര ലയിച്ചു എന്ന് പറഞ്ഞു. ഈ പഞ്ചസാര അപ്പൊ എന്താണ്, ഈ ലയിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര എന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓക്കെ, ഇതാണ് ഇനി പറയാൻ പോകുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നതാണെന്ത്? ലായനി. ഓക്കെ, എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി? ലീനം, ലായകം, ലായനി. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ലീനം എന്ന് പറഞ്ഞാൽ പഞ്ചസാര,
ലായകം എന്ന് പറഞ്ഞാൽ വെള്ളം, ലീനം പ്ലസ് ലായകം ഈക്വൽ ടു ലായനി അഥവാ പഞ്ചസാര വെള്ളം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. എന്താണ് ലീനം, എന്താണ് ലായകം. ലീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വസ്തുവാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലീനം എന്ന് വിളിക്കും. ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് വിളിക്കും. ഈ ലീനവും ലായകവും കൂടി ചേർന്നാൽ എന്താവും? ലായനിയാവും. നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പഞ്ചസാര വെള്ളം കൺസിഡർ ചെയ്തു. പഞ്ചസാര വെള്ളത്തിൽ പഞ്ചസാരയാണ് എന്ത് ലയിക്കുന്നത്. അപ്പൊ ഈ പഞ്ചസാര എന്താണ്? ലീനമാണ്. അത് ഏതിലാണ് ലയിക്കുന്നത്? വെള്ളത്തിലാണ് ലയിക്കുന്നത്. അപ്പൊ എന്താണ്? അത് ലായകമാണ്. ഈ ലീനവും ലായകം കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യും? ലായനി ഫോം ചെയ്യും. അതായത് പഞ്ചസാരയും വെള്ളം കൂടിച്ചേർന്ന് എന്ത് ഫോം ചെയ്യും? പഞ്ചസാര വെള്ളം ഫോം ചെയ്തു. അപ്പൊ എന്താണ് ലീനം? എന്താണോ ലയിക്കുന്നത് അതിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും ലീനവും ലായകവും കൂടിച്ചേർന്ന് എന്താണ്? ലായനി ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണെന്ത്? ലായനി. ഇനി അടുത്ത് ഇവിടെ എന്താ പറയുന്നത്? മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളിൽ ഓരോന്നിലെയും ലായനി, ലീനം, ലായകം എന്നിവ കണ്ടെത്താനാണ് പറഞ്ഞത്. പഞ്ചസാര ലായനി പറഞ്ഞു, പഞ്ചസാരയാണ് അതിലെ ലീനം. അത് വെള്ളത്തിൽ ലയിക്കുന്നു. അപ്പൊ എന്താണ്? വെള്ളമാണ് ലായകം. സോഡ വെള്ളത്തിൽ ലീനം എന്ന് പറഞ്ഞത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്, വെള്ളത്തിൽ ലയിക്കുന്നു, സോഡ വാട്ടർ. അടുത്തത് ഉപ്പ് ലായനി എടുക്കുകയാണെങ്കിൽ അതിൽ ഉപ്പാണ് ലീനം, ലായകം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഇത്തരത്തിൽ ധാരാളം എന്ത് ചെയ്യുക എക്സാമ്പിളുകൾ നിങ്ങൾ എഴുതാം. ചക്കരപ്പശ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകിക്കളയാൻ ആവാത്തത്? ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്താൽ എന്താണ് മാർഗം? വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ചില വസ്തുക്കള് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വസ്ത്രങ്ങൾ എന്താണ് സോപ്പും വെള്ളം ഉപയോഗിച്ച് അലക്കും. ആ സമയത്ത് നമുക്ക് ചളിയൊക്കെ നീക്കം ചെയ്യാം. എന്നാൽ എന്താണ് ടാറ് പോലുള്ള പശയുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ഡ്രസ്സുകളിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സോപ്പും വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യலாம்? അതിലെ അഴുക്ക് നീക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ മണ്ണെണ്ണ പോലുള്ള ടെർപ്പൻറ്റീൻ പോലുള്ള വസ്തുക്കൾ അഥവാ വെള്ളമല്ലാത്ത വെള്ളത്തിൽ ലയിക്കാത്ത തരത്തിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാം? നമ്മൾ വസ്ത്രങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലെ കറ നീക്കം ചെയ്യാം. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ എന്താണ്? മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കത് നോക്കാം. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾ പറഞ്ഞു ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഒരുവിധം എല്ലാ വസ്തുക്കളും എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? ജലത്തെ എന്താണ്? സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും, ജലത്തിനെ പറയും. ജലത്തിന്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണം നമ്മൾ പറഞ്ഞ വസ്ത്രങ്ങൾ അലക്കാൻ. കാരണം വെള്ളത്തിൽ സോപ്പും വെള്ളവും എന്താണ്? പരസ്പരം കലരും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിക്കാം, പാത്രങ്ങൾ കഴുകാനും നമുക്ക് ഉപയോഗിക്കാം. എന്ത്? ജലത്തിന്റെ ലായകശേഷി. നമ്മൾ അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാനും നമുക്ക് എന്താണ്? ജലത്തിൽ എന്ത് ചെയ്യും? ധാരാളം പൊടികളൊക്കെ എന്ത് ചെയ്യും? ലയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതും നമുക്ക് ഉപകാരപ്രദമാണ്. ഒരു പരീക്ഷണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും പരീക്ഷണത്തിനെ കുറിച്ചൊക്കെ. നമ്മൾ പറഞ്ഞു ജലം പല രൂപത്തിലുണ്ടെന്ന് പറഞ്ഞു. കാരണം ജലത്തിന് പ്രത്യേക ഒരു ആകൃതിയൊന്നുമില്ല. ഏത് പാത്രത്തിലാണോ നമ്മൾ ജലം എടുക്കുന്നത് അതിന്റെ ആകൃതി പ്രാപിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഐസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ് ഐസ് എന്ന് പറഞ്ഞു. വെള്ളത്തിന് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും നിലനിൽക്കാൻ സാധിക്കുന്നു. വെള്ളത്തിന്റെ ഖരാവസ്ഥയിലുള്ള അവസ്ഥയ്ക്ക് ഒരു ഉദാഹരണമാണ് നമ്മുടെ ഐസ് കഷ്ണങ്ങൾ അഥവാ ഐസ് ക്യൂബ്സ്. ദ്രാവക അവസ്ഥയിലാണ് ഇതിൽ അത് ജലമായിട്ടും അഥവാ വെള്ളമായിട്ടും നിലനിൽക്കുന്നു. വാതക അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അന്തരീക്ഷത്തിൽ നിന്ന് ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് വാതകാവസ്ഥയിലും എന്താണ്?
ജലം നിലനിൽക്കുന്നുണ്ട്. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഐസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഐസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്ത് പ്രോസസ്സുകൾക്കാണ് ഐസ് ഉപയോഗിക്കുന്നത്? പിന്നെ ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താ സംഭവിക്കുക? ഐസ് എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് ഐസ് അലിയാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപ്പ് ഇടുക. ഐസിന്റെ മുകളിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഉപ്പ് ഇട്ട് നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഐസ് അലിയാനുള്ള സമയം ഐസ് പെട്ടെന്ന് അലിയില്ല. ഇതിന്റെ കാരണം എന്താന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോട്ട് ചെയ്ത് തരാം. ഓക്കെ. വേറൊരു ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിക്കണം. ഞാൻ ഇവിടെ പറയാം എന്താണ് സന്ദർഭം. ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്. ഐസ് ഒരു പാത്രത്തിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഉരുകിപ്പോകും. ഐസ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോഴും ഉരുകും. പാത്രത്തിലെ വെള്ളം തിളക്കുമ്പോൾ അപ്പോഴും എന്താണ്? ഐസ് ഉരുകും. വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിന്റെ അടപ്പിന്റെ അടിഭാഗം നോക്കിയപ്പോൾ എന്താണ്? നീരാവി ഉണ്ടാവും. അഥവാ ചെറിയ ചെറിയ വെള്ളത്തിന്റെ കുമിളകൾ ഉണ്ടാകും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിൽ രണ്ട് എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു എന്താണ് ജലം, ജലത്തിന്റെ ആവശ്യകത എന്താണ്, ജലത്തിന് നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്. നിത്യജീവിതത്തിൽ ജലം വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. എന്റെ ജീവിതത്തിൽ നമ്മൾ പല ദൈനംദിന ജീവിതത്തിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ജലം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സസ്യങ്ങൾക്കും മനുഷ്യ ശരീരത്തിലും എന്താണ് ജലത്തിന്റെ ഘടകം ആവശ്യമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? മുങ്ങുന്ന വസ്തുക്കളുണ്ട്, മുങ്ങാത്ത വസ്തുക്കളുണ്ട്. ചില വസ്തുക്കൾ ജലത്തിൽ അഥവാ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും, ചിലത് എന്താണ് താഴ്ന്നു പോകും. അവ ഏതെല്ലാമാണെന്ന് പറഞ്ഞു. പിന്നെ ലയിക്കുന്ന വസ്തുക്കളും ലയിക്കാത്ത വസ്തുക്കളുണ്ട്, അവ ഏതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഏതിലാണോ ലയിക്കുന്നത്, എന്താണോ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും, ലീനവും ലായകവും കൂടിച്ചേർന്നാൽ എന്തുണ്ടാകുന്നു? ലായനി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് എക്സ്പെരിമെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ജലം, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, അതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു, സസ്യ ശരീരത്തിലും മനുഷ്യ ശരീരത്തിലും ജലത്തിന്റെ പ്രാധാന്യം പറഞ്ഞു, ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുക്കളെയും താഴ്ന്നു പോകുന്ന വസ്തുക്കളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഏതെല്ലാം വസ്തുക്കളാണ് ജലത്തിൽ ലയിക്കുന്നത്, ജലത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെല്ലാമാണെന്നും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് എക്സ്പെരിമെന്റും അതുപോലെ തന്നെ ജലത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി ഡിസ്കസ് ചെയ്യും. അതോടുകൂടി എന്താണ് ഈ പാഠഭാഗം അവസാനിക്കും.